ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 മുതൽ 3 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരളവിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് അളവുകൾ ജസ്റ്റ് മാറ്റി മാറ്റി കൊടുത്താലും മതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്തിട്ടേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് പോവാം. ആദ്യമേ തന്നെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് 2 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തുറക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗം. ഇവിടെ 4 പീസ് തുണിയാണ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത് ഫോൾഡഡ് സൈഡാണ്. ഇങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നീളം വരുന്നത് കണ്ടോ, 9 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ആദ്യമേ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് 4.5 ഇഞ്ച് തന്നെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ അത് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വണ്ണം ഞാനിവിടെ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടോ, ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈക്കുഴി വളച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ താഴ്ഭാഗത്തെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴ്ഭാഗത്തെ വണ്ണം തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിട്ട് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. അവിടെ താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളല്ലേ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് മാത്രം എടുക്കാം. എന്നിട്ട് ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ 2 ഇഞ്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 2 ഇഞ്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിൽ സിബ് വെക്കേണ്ടവർക്ക് ഈ ഒരു സമയത്ത് സിബിനുള്ള മാർക്കിങ്ങുകൾ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് കൂട്ടിക്കൊടുത്താലും മതി. അപ്പോൾ 2 പീസ് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് 2 പീസ് എടുത്ത് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് മുകൾ ഭാഗത്തെ വണ്ണം ബോഡി പാർട്ടിൻ്റെ ആ ഒരു അളവിൽ തന്നെ കണ്ടോ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പോയിൻറ്റും നമ്മുടെ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എത്രയാണോ വിരിവ് വേണ്ടത് അത്രയും വിരിവിലോട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു താഴ്ഭാഗത്ത് വിരിവ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 12 ഇഞ്ചിലാണ്. അപ്പോൾ എനിക്ക് 11 ഇഞ്ചിൽ മതി. അത്രയും 12 ഇഞ്ചോളം വിരിവ് വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 11 ഇഞ്ചിലോട്ട് ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ വിരിവ് വേണ്ടത് അത്രയും വിരിവിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്കേർട്ട് പാർട്ടിൽ ഫ്രില്ല് വെക്കുന്നതിന് വേണ്ടിയിട്ട് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഏറ്റവും മുകളിലത്തെ ഫ്രില്ലിന് നീളം കുറച്ചും താഴെയുള്ള ഫ്രില്ലിന് നീളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 6 ഇഞ്ചാണ്. എല്ലാ തുണിയുടെയും വീതി വരുന്നത് 6 ഇഞ്ചാണ്. ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് 2 പീസ് വീതമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ വരുന്ന തുണിയുടെ നീളം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് 20 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ ലെങ്ത് വരുന്നത് ഈ ഒരു പീസിന് 40 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 40 ഇഞ്ച് ലെങ്തിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പീസും 2 പീസാക്കിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എല്ലാ പീസിൻ്റെയും താഴ്ഭാഗം കണ്ടോ, ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യമേ തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ തുണിയുടെ ലെങ്ത് എത്ര വീതം എടുത്തിരിക്കുന്നതെന്ന് ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്ക് പീസിൽ ഹുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും ഇതാ കണ്ടോ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ ഇതേപോലെ. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു വി ഷേപ്പിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഉള്ളിലുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഹുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ ഇതേപോലെ. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ കണ്ടോ 2 സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ തുണിയുടെ നല്ല വശത്തോട്ട് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു പീസ് ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസ് ഒന്ന് ജസ്റ്റ് മടക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ 2ആയിട്ട് അറ്റമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യത്തില്ല, ആ ഒരു രീതിയിൽ ഈ ക്രോസ് പീസും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരു ഏകദേശം 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അളവിലാണ് തയ്ക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് 5 വയസ്സുള്ള കുട്ടിയുടെ അളവിൽ പറഞ്ഞു തരുമോ, 8 വയസ്സുള്ള കുട്ടിയുടെ അളവിൽ പറഞ്ഞു തരുമോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാത്തത്. കാരണം ഇപ്പോൾ ഒരു 8 വയസ്സുള്ള കുട്ടികളാണെങ്കിലും ഓരോ കുട്ടിയുടെ അളവ് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് പൊക്കം കൂടുതലായിരിക്കും, ചിലർക്ക് വണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മെഷർമെൻറ്റ് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. അപ്പോൾ നമ്മൾ മാക്സിമം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ടുള്ള അളവ് പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്ക് ഫുള്ള് ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തായിട്ട് ആം ഹോളാണ് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും 1 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്രോസ് പീസിൻ്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഫുള്ള് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീസും ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഷോൾഡറിൻ്റെ ജോയിൻ്റൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. നല്ല വൃത്തിയിൽ തന്നെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ലൈനിങ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലൈനിങ് ഇല്ലാണ്ട് തന്നെ നല്ല വൃത്തിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ആം ഹോൾ ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തായിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു 4 ഇഞ്ച് കൂടെ ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2 മാർക്കിങ്ങുകളും അങ്ങ് നേരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. നമുക്ക് ഫ്രില്ല് വയ്ക്കുന്നതിനുള്ള ആ ഒരു മാർക്കിംഗ് ആണ് കേട്ടോ. എവിടെയാണോ ഫ്രില്ല് വെക്കേണ്ടത് ആ ഒരു അളവാണ് ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രില്ല് വെക്കേണ്ട തുണിയുടെ താഴ്ഭാഗമെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിൽ നമുക്ക് ചുരുക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പീസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കേണ്ട ആ ഒരു തുണിയാണ്. അപ്പോൾ ഫ്രില്ലിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഏറ്റവും മുകൾ ഭാഗത്തെ വീതി എത്രയാണോ ആ വീതിയിൽ കിട്ടണം നമ്മുടെ ഈ ഫ്രില്ല്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ട ഓരോ സ്ഥലത്തെയും വീതി എത്രയാണെന്ന് ഇതേപോലെ അളന്ന് നോക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് എനിക്ക് കിട്ടുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഈ ഏറ്റവും മുകൾ ഭാഗത്തെ തുണി ചുരുക്കിയിട്ടിട്ട് 14 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ എടുക്കണം. ഓക്കെ, ചുരുക്കിയിട്ട് 14 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ എടുക്കുക. അതുപോലെ തന്നെ താഴോട്ടുള്ള 2 പീസും അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീസ് ഫ്രില്ല് വയ്ക്കേണ്ടത് ഈ ഒരു പോർഷനിലായിട്ടാണ്. അപ്പോൾ അവിടുത്തെ വീതി എത്രയാണെന്ന് നമുക്ക് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം. ഈ ഭാഗത്തെ വണ്ണം വരുന്നത് ഏകദേശം ഒരു 17 ഇഞ്ചാണ്. ഏറ്റവും താഴ്ഭാഗത്താണെങ്കിൽ ഫ്രില്ല് വെക്കേണ്ട ആ ഒരു പോർഷനിൽ വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഈ 2 പോർഷനിൽ വെക്കേണ്ട ഫ്രില്ല് ചുരുക്കിയിട്ടിട്ട് 17 ഇഞ്ചും 20 ഇഞ്ചും കിട്ടത്തക്ക രീതിയിൽ ആക്കിയെടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ 3 ഫ്രില്ലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഏറ്റവും മുകൾ ഭാഗത്തെ ഫ്രില്ലാണ്. ഈ ഫ്രില്ല് എടുക്കുക, എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഈ ഏറ്റവും മുകൾ ഭാഗത്തത് ഒറ്റ സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഫ്രില്ല് എടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഫ്രില്ല് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രില്ലിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ തുണിയുടെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഈ ഒരു ഫ്രില്ലും നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്തെ ഫ്രില്ലും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ഏറ്റവും താഴ്ഭാഗത്തെ ഫ്രില്ലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഇത് ഏറ്റവും മുകൾ ഭാഗത്തെ ഫ്രില്ലാണ്. ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 2, 3, 4 ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ 1-2 കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. പിങ്ക് കളർ, പീച്ച് കളർ, അങ്ങനെ 1-2 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രില്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്രില്ല് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രില്ല് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും നമ്മുടെ തുണിയുടെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെയാണ് കേട്ടോ തിരിച്ച് വെക്കേണ്ടത്. ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓണം കളക്ഷൻസിൻ്റെ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഓണം സ്പെഷ്യൽ കുർത്തിയോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള പട്ടുപാവാടയും ബ്ലൗസോ ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഫ്രില്ലും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ ഫ്രില്ല് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളുടെ ഉടുപ്പിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഫ്രില്ലിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. ഇപ്പോൾ 3 ഫ്രില്ലിന് പകരം 4 ഫ്രില്ലാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ അളവിനുള്ള ഡ്രസ്സാകും. അല്ലെങ്കിൽ ഈ ഫ്രില്ലിൻ്റെ ലെങ്ത് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 6 ഇഞ്ച് വീതിയിലെടുത്ത ഫ്രില്ല് ഒരു 8 ഇഞ്ച് വീതിയിലോട്ട് ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് നമുക്ക് ഏത് സൈസിലുള്ള കുട്ടികളുടെ ഡ്രസ്സ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ 3 ഫ്രില്ലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിലും ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ്, ഇതുപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗം, ഈ താഴ്ഭാഗം എനിക്കിപ്പോൾ തേരുവശമാണ്. അപ്പോൾ എനിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തേരുവശം അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുകൾ ഭാഗത്തെ ഫ്രില്ലിന് ഒരു സ്റ്റിച്ച് കൂടെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും മുകൾ ഭാഗത്തെ ഫ്രില്ലിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കെട്ട് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 പീസ് തുണി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 16 ഇഞ്ചാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു പിന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഒന്ന് പിൻ ചെയ്തിട്ട് നമുക്ക് ഈ തുണി നല്ല വശം തിരിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഏറ്റവും അറ്റത്ത് ഒരു സൈഡ്, 2 സൈഡല്ല ഏതെങ്കിലും ഒരു സൈഡ് ഇതേപോലെ ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ലാസ്റ്റ് പരിപാടിയാണ് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കെട്ടുണ്ടല്ലോ, ഇത് ഈ ഉടുപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലോട്ട് ഈ കെട്ടിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ വണ്ണം മാർക്ക് ചെയ്തിട്ട് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്ക് ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്